അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഫോർ ബിസിനസ്. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് വർക്കിംഗ് വിത്ത് ടെക്സ്റ്റ്. ഓക്കെ, വർക്കിംഗ് വിത്ത് ടെക്സ്റ്റ് അല്ല, ഫസ്റ്റ് സബ് ടോപ്പിക്കാണ് വൈറ്റ് സ്പേസ്. ഫസ്റ്റ് സബ് ടോപ്പിക് വൈറ്റ് സ്പേസ്. എന്താ വൈറ്റ് സ്പേസ്? ടു ക്രിയേറ്റ് എക്സ്ട്രാ സ്പേസ് അല്ലേ, എക്സ്ട്രാ സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ബിഫോർ ആഫ്റ്റർ ഓർ ഇൻ ബിറ്റ്വീൻ യുവർ ടെക്സ്റ്റ്. ടെക്സ്റ്റിന് മുമ്പോ ടെക്സ്റ്റിന് ശേഷമോ ഇൻ ബിറ്റ്വീൻ ടെക്സ്റ്റിന് ഇടയ്ക്കോ എക്സ്ട്രാ സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് സ്പേസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ വൈറ്റ് സ്പേസ് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആംപർസെൻഡ് NBSP. Ampersand NBSP. If you need white spacing, you will use ampersand NBSP, which stands for non-breaking space. Okay, അപ്പോൾ NBSP എന്ന് പറയുന്ന കോഡ് കൊണ്ട് നമുക്ക് വൈറ്റ് സ്പേസ് ചെയ്യാം. ആ NBSP എന്ന് പറയുന്നത് നോൺ ബ്രേക്കിംഗ് സ്പേസ് ആണ്. ആംപർസെൻഡ് NBSP stands for non-breaking space. If you need more than one space, you will have to add as many ampersand NBSP as you need. Okay, നിങ്ങൾക്ക് ഒരുപാട് സ്പേസ് വേണമെങ്കിൽ, ഒന്നിലധികം സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര സ്പേസ് ആണോ വേണ്ടത് അത്രയും ആംപർസെൻഡ് NBSP യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്താണ് വൈറ്റ് സ്പേസ്? ടു ക്രിയേറ്റ് എക്സ്ട്രാ സ്പേസസ് ബിഫോർ, ആഫ്റ്റർ ഓർ ഇൻ ബിറ്റ്വീൻ യുവർ ടെക്സ്റ്റ്. ഇഫ് യു നീഡ് വൈറ്റ് സ്പേസിംഗ് യു വിൽ യൂസ്, ഏതാ നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ആംപർസെൻഡ് NBSP. ഓക്കെ, ആംപർസെൻഡ് NBSP എന്താണ്? NBSP അതിൻ്റെ സ്റ്റാൻഡ്സ് ഫോർ നോൺ ബ്രേക്കിംഗ് സ്പേസ്. നോൺ ബ്രേക്കിംഗ് സ്പേസ്. ഇഫ് യു നീഡ് മോർ ദാൻ വൺ സ്പേസ് യു വിൽ ഹാവ് ടു ആഡ് ആസ് മെനി ആംപർസെൻഡ് NBSP ആസ് യു നീഡ്. ഓക്കെ, ഒന്നിൽ കൂടുതൽ സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ, അതായത് എത്ര ആംപർസെൻഡ് NBSP വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അടുത്ത എക്സാമ്പിൾ നോക്കാം. HTML ഹെഡ്, ടൈറ്റിൽ. എന്താണ് ഞാനിവിടെ കൊടുത്തേക്കുന്ന ടൈറ്റിൽ? വൈറ്റ് സ്പേസ് എന്നാണ് ടൈറ്റിൽ കൊടുത്തേക്കുന്നത്. ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു, ബോഡി ഓപ്പൺ ചെയ്തു. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ദെൻ ഹലോ. ഓക്കെ, ഹലോ കഴിഞ്ഞ് ഞാൻ 3 ആംപർസെൻഡ് NBSP യൂസ് ചെയ്തു. അപ്പോൾ 3 സ്പേസ് നമുക്ക് കിട്ടും. അതിനുശേഷം എവരി വൺ. അപ്പോൾ ഹലോ കഴിഞ്ഞ് 3 സ്പേസ് വരും, അതിനുശേഷം എവരി വൺ വരും. ദെൻ ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് എന്താ? ഹലോ കഴിഞ്ഞ് 3 വൈറ്റ് സ്പേസ് കഴിഞ്ഞിട്ടാണ് എവരി വൺ പ്രിൻ്റ് ചെയ്തത്. ഇതാണ് നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, HTML ഹെഡ്, ടൈറ്റിൽ വൈറ്റ് സ്പേസ്, ദെൻ ഹെഡ് ക്ലോസ് ചെയ്തു, ബോഡി ക്ലോസ് ചെയ്തു, അതിനുശേഷം ഹലോ, ആംപർസെൻഡ് NBSP, ആംപർസെൻഡ് NBSP, ആംപർസെൻഡ് NBSP, 3 സ്പേസ്. ഓക്കെ, NBSP എന്താണ്? നോൺ ബ്രേക്കിംഗ് സ്പേസ്. ദെൻ എവരി വൺ, ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് എന്താണ്? ഹലോ എവരി വൺ. ഹലോയ്ക്ക് ശേഷം 3 വൈറ്റ് സ്പേസിന് ശേഷം എവരി വൺ വന്നു. ഓക്കെ, ഇവിടാണ് നമ്മുടെ വൈറ്റ് സ്പേസ് വന്നേക്കുന്നത്. രണ്ടാമത്താണ് ഫോർമാറ്റിംഗ് ടെക്സ്റ്റ്. അപ്പോൾ ആദ്യത്തെ നമ്മൾ വർക്കിംഗ് വിത്ത് ടെക്സ്റ്റിനകത്തെ ഫസ്റ്റ് ടോപ്പിക്ക് നമ്മൾ പഠിച്ചു, വൈറ്റ് സ്പേസ് എന്താണെന്ന് പഠിച്ചു. രണ്ടാമത്തെയാണ് ഫോർമാറ്റിംഗ് ടെക്സ്റ്റ്. എന്താണ് രണ്ടാമത്തത്? ഫോർമാറ്റിംഗ് ടെക്സ്റ്റ്. നോക്കാം. ദർ ആർ നമ്പർ ഓഫ് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ദാറ്റ് യു ക്യാൻ യൂസ് വൈൽ പ്രിപ്പയറിംഗ് HTML പേജസ്. ഓക്കെ, നമുക്ക് ഒരുപാട് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, വൈൽ പ്രിപ്പയറിംഗ് HTML പേജസ്. നമ്മൾ HTML പേജ് പ്രിപ്പയർ ചെയ്യുമ്പോൾ വി ഹാവ് എ നമ്പർ ഓഫ് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ്. ഓക്കെ, നിങ്ങളെല്ലാം വേർഡ് പ്രോസസ്സ് യൂസ് ചെയ്തിട്ടുള്ളവരായിരിക്കും. സോ അവിടെ നമുക്കറിയാം ടെക്സ്റ്റിനെ നമുക്ക് ബോൾഡ് ആക്കാം, ഇറ്റാലിക് ആക്കാം, അണ്ടർലൈൻ ആക്കാം അല്ലേ. അപ്പോൾ ഇഫ് യു യൂസ് എ വേർഡ് പ്രോസസ്സർ, യു മസ്റ്റ് ബി ഫെമിലിയർ വിത്ത് ദ എബിലിറ്റി ടു മേക്ക് ടെക്സ്റ്റ് ബോൾഡ്, ഇറ്റാലിക് ഓർ അണ്ടർലൈൻ അല്ലേ. നിങ്ങളെല്ലാം വേർഡ് പ്രോസസ്സർ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനകത്ത് നമുക്ക് ടെക്സ്റ്റിനെ നമുക്ക് എന്തൊക്കെയാക്കാം? ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ ആക്കാം.
അപ്പോൾ അങ്ങനെ ആക്കുന്നതിനെയാണ് ഫോർമാറ്റിംഗ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ദ കോമൺലി യൂസ്ഡ് ഫീച്ചേഴ്സ് ദാറ്റ് ആർ അവൈലബിൾ ടു ഇൻഡിക്കേറ്റ് ഹൗ ടെക്സ്റ്റ് അപ്പിയേഴ്സ് ഇൻ HTML. ഓക്കെ, അപ്പോൾ നമ്മളിനി അടുത്ത പഠിക്കാൻ പോകുന്ന ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, കോമൺലി യൂസ്ഡ് ഫീച്ചേഴ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, HTML-നകത്ത് കോമൺലി യൂസ് ചെയ്യുന്ന ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫോർമാറ്റിംഗ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്, സോ വി ഹാവ് എ നമ്പർ ഓഫ് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് while preparing HTML pages, and if you use a word processor you must be familiar with the ability to make text bold, italic or underline. അല്ലേ, ടെക്സ്റ്റിനെ നമുക്ക് ബോൾഡ് ആക്കാം, ഇറ്റാലിക് ആക്കാം, അണ്ടർലൈൻ ആക്കാം. ഓക്കെ, ദ കോമൺലി യൂസ്ഡ് ഫീച്ചേഴ്സ് ദാറ്റ് ആർ അവൈലബിൾ ടു ഇൻഡിക്കേറ്റ് ഹൗ ടെക്സ്റ്റ് അപ്പിയേഴ്സ് ഇൻ HTML. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് കോമൺലി ആയിട്ട് യൂസ് ചെയ്യുന്ന ഫീച്ചേഴ്സുകളാണ് എന്താ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ആ ടേബിൾ നോക്കാം. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഫീച്ചേഴ്സും ടാഗ്സും ആണ്. സോ ഫീച്ചേഴ്സ്, ആദ്യത്തെ ബോൾഡ്. സോ ബോൾഡിന് യൂസ് ചെയ്യുന്ന ടാഗ് ബി ടാഗ് ആണ്. ബി ഓപ്പൺ ചെയ്തു, പി ക്ലോസ് ചെയ്തു. ദെൻ അടുത്ത ഫീച്ചർ ഇറ്റാലിക് ആണ്. ഇറ്റാലിക് ടാഗ് യൂസ് ചെയ്യുന്നത് ഐ ആണ്. ഐ ഓപ്പൺ ചെയ്തു, ഐ ക്ലോസ് ചെയ്തു. അടുത്ത അണ്ടർലൈൻ യു ആണ്. യു ടാഗ് ആണ്. യു ഓപ്പൺ ചെയ്തു, യു ക്ലോസ് ചെയ്തു. ദെൻ സ്ട്രൈക്ക് ടെക്സ്റ്റ് എന്ന് പറയുന്നത് സ്ട്രൈക്ക് ഓപ്പൺ ചെയ്തു, സ്ട്രൈക്ക് ക്ലോസ് ചെയ്തു. അടുത്ത സൂപ്പർ സ്ക്രിപ്റ്റ് ആണ്. സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ SUP ആണ്. SUP അത് ഓപ്പൺ ചെയ്തു, അത് ക്ലോസ് ചെയ്തു. അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അവിടെ ടൈപ്പ് ചെയ്ത മിസ്റ്റേക്കാണ്. അവിടെ നിങ്ങൾ SUP ഓപ്പൺ ചെയ്തിട്ട് SUP വെച്ച് ക്ലോസ് ചെയ്യണം. SUP. ഓക്കെ, സൂപ്പർ സ്ക്രിപ്റ്റിൻ്റെ SUP ആണ്, ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്യാം. അടുത്ത സബ്സ്ക്രിപ്റ്റ് SUB. ഓക്കെ, അത് ഓപ്പൺ ചെയ്തു, SUB ക്ലോസ് ചെയ്തു. അടുത്ത ചേഞ്ചിങ് ഫോണ്ട്. സോ ഫോണ്ട് ഫേസ് ഇസ് ഈക്വൽ ടു ഡബിൾ കോട്ട്സിനകത്ത് ആ ഫോണ്ട് ഫേസ് ആ ഡബിൾ കോട്ട്സിൽ കൊടുക്കണം. അതിനുശേഷം ഫോണ്ട് ക്ലോസ് ചെയ്തു. ഓക്കെ, ഫോണ്ട് ഫേസ്. ഓക്കെ, ഫേസ് എന്ന് പറയുന്നത് ആട്രിബ്യൂട്ടാണ്. അടുത്ത ചേഞ്ചിങ് ഫോണ്ട് സൈസ്. എങ്ങനെയാണ്? ഫോണ്ട് സൈസ് ഇസ് ഈക്വൽ ടു ഡബിൾ കോട്ട്സ്, ആ ഡബിൾ കോട്ട്സിൻ്റെ അവിടെ വാല്യൂ കൊടുക്കണം. അതിനുശേഷം ഫോണ്ട് ക്ലോസ് ചെയ്തു. അടുത്ത ചേഞ്ചിങ് ഫോണ്ട് കളർ. ഫോണ്ട് കളർ ഇസ് ഈക്വൽ ടു ഡബിൾ കോട്ട്സ്, അതിനകത്ത് ആ ഡബിൾ കോട്ട്സിനകത്ത് ഏതെങ്കിലും ഒരു കളർ കൊടുക്കണം. ദെൻ ഫോണ്ട് ക്ലോസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫീച്ചേഴ്സും ടാഗ്സും. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റിനെ നമുക്ക് ബോൾഡ് ആക്കാം, ഇറ്റാലിക് ആക്കാം, അണ്ടർലൈൻ ആക്കാം, സ്ട്രൈക്ക് ടെക്സ്റ്റ്, സൂപ്പർ സ്ക്രിപ്റ്റ് ആക്കാം, സബ്സ്ക്രിപ്റ്റ് ആക്കാം, ഫോണ്ട് ചേഞ്ച് ചെയ്യാം, ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യാം, ഫോണ്ട് കളർ ചേഞ്ച് ചെയ്യാം. ടെക്സ്റ്റിൻ്റെ ഫോണ്ട് കളർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫീച്ചേഴ്സ് ആൻഡ് ടാഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ബോൾഡ് യൂസ് ചെയ്യുന്ന ടാഗ് ബി, ഇറ്റാലിക് യൂസ് ചെയ്യുന്ന ടാഗ് ഐ, അണ്ടർലൈൻ യൂസ് ചെയ്യുന്ന ടാഗ് യു, സ്ട്രൈക്ക് ടെക്സ്റ്റ് യൂസ് ചെയ്യുന്ന ടാഗ് സ്ട്രൈക്ക്, സൂപ്പർ സ്ക്രിപ്റ്റ് SUP ആണ്, SUP, സൂപ്പർ സ്ക്രിപ്റ്റ് സബ്സ്ക്രിപ്റ്റ് SUB ആണ്. ദെൻ ചേഞ്ചിങ് ഫോണ്ട് ഫേസ് ഇസ് ഈക്വൽ ടു ഡബിൾ കോട്ട്സിനകത്ത് കൊടുക്കുക. ചേഞ്ചിങ് ഫോണ്ട് സൈസ് ആണെങ്കിൽ ഫോണ്ട് സൈസ് ഇസ് ഈക്വൽ ടു ഡബിൾ കോട്ട്സിനകത്ത്, അതായത് ഫോണ്ട് സൈസ് ഇസ് ഈക്വൽ ടു 20 അങ്ങനെ നമുക്ക് കൊടുക്കാം. അടുത്ത ചേഞ്ചിങ് ഫോണ്ട് കളർ ആണെങ്കിൽ ഫോണ്ട് കളർ ഇസ് ഈക്വൽ ടു റെഡ്, ആ റെഡ് എന്ന് പറയുന്നത് ഡബിൾ കോട്ട്സിൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് കുറച്ച് നമുക്ക് ടെക്സ്റ്റിനകത്ത് യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കുറച്ച് ടാഗുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പഠിക്കാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ബോൾഡ് ടെക്സ്റ്റ് ആണ്. ബോൾഡ് ടെക്സ്റ്റ്. ഓക്കെ, അപ്പം ടെക്സ്റ്റിനെ ബോൾഡ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗ് ഏതാണ്? ബി ടാഗ് ആണ്. അപ്പോൾ ബി സ്റ്റാൻഡ്സ് ഫോർ ബോൾഡ്. ബി സ്റ്റാർട്ട് മേക്കിംഗ് തിങ്സ് ബോൾഡ് ആൻഡ് ക്ലോസിംഗ് ബി ടാഗ് സ്റ്റോപ്പ് മേക്കിംഗ് തിങ്സ് ബോൾഡ്. ഓക്കെ, അപ്പോൾ ഓപ്പണിംഗ് ബി ടാഗ് എന്ത് ചെയ്യുന്നു? ഒരു ടെക്സ്റ്റിനെ ബോൾഡ് ആക്കുന്നു. ദെൻ ക്ലോസിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വെച്ച് ടെക്സ്റ്റിൻ്റെ ബോൾഡ് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ബി സ്റ്റാൻഡ്സ് ഫോർ ബോൾഡ്. ഓക്കെ, അപ്പോൾ ബി ടാഗ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ബോൾഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എനിത്തിങ് ദാറ്റ് അപ്പിയർ വിത്തിൻ എ ഓപ്പണിംഗ് ബി ടാഗ് ആൻഡ് ക്ലോസിംഗ് ബി ടാഗ് എലമെൻറ്റ് ഈസ് ഡിസ്പ്ലേഡ് ഇൻ ബോൾഡ്. അതായത് ബിയുടെ ഓപ്പണിങ്ങും ബി ടാഗിൻ്റെ ഓപ്പണിങ്ങും ബി ടാഗിൻ്റെ ക്ലോസിൻ്റെയും ഇടയ്ക്ക് എഴുതുന്ന എല്ലാ എലമെൻസും എന്താവും, അല്ലെങ്കിൽ ടെക്സ്റ്റും എന്താക്കാൻ പറ്റും? നമുക്ക് ബോൾഡ് ആക്കാൻ പറ്റും. ഓക്കെ, അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ തന്നേക്കുന്നത്. സോ ബി ടാഗ് ഓപ്പൺ ചെയ്തു, ദെൻ ദിസ് ഈസ് ബോൾഡ്, ബി ടാഗ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഓപ്പണിങ്ങിൻ്റെയും ക്ലോസിൻ്റെയും ഇടയ്ക്ക് എഴുതിയേക്കുന്ന ടെക്സ്റ്റ് ഏതാണ്? ദിസ് ഈസ് ബോൾഡ്. ഓക്കെ, എഴുതിയേക്കുന്ന ടെക്സ്റ്റ് ദിസ് ഈസ് ബോൾഡ്. ഓക്കെ, അപ്പോൾ ആ ദിസ് ഈസ് ബോൾഡ് എന്ന് പറയുന്നത് എന്താക്കി കാണിക്കും? ബോൾഡിലാക്കി കാണിക്കും. ഇതാണ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബോൾഡ് ടെക്സ്റ്റ് യൂസ് ചെയ്യുന്ന ടാഗ് ബി ടാഗ് ആണ്. ബി ഓപ്പണിങ്ങും ഉണ്ട്, ക്ലോസിങ്ങും ഉണ്ട്. എക്സാമ്പിൾ, ബി ടാഗിൻ്റെ
ഓപ്പണിങ്ങിനെയും ക്ലോസിൻ്റെയും ഇടയ്ക്ക് ഞാൻ എന്ത് കൊടുത്തു, ദിസ് ഈസ് ബോൾഡ് എന്ന് കൊടുത്തു. സോ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് എന്താണ്, ദിസ് ഈസ് ബോൾഡ്. അതായത് നമ്മുടെ ടെക്സ്റ്റ് എന്താക്കി കാണിച്ചു, ബോൾഡാക്കി കാണിച്ചു. രണ്ടാമത്തേതാണ് ഇറ്റാലിക് ടെക്സ്റ്റ്. ടെക്സ്റ്റിനെ നമുക്ക് എന്താക്കാം, ഇറ്റാലിക്കിൽ ആക്കാം. ഓക്കെ, അപ്പോൾ ഇറ്റാലിക് ടാഗ് ഏതാ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ടാഗ്, ഐ ടാഗ് ആണ്. ഓക്കെ, ഐ സ്റ്റാൻഡ്സ് ഫോർ ഇറ്റാലിക്. ദെൻ ഓപ്പണിംഗ് ഐ ടാഗ് സ്റ്റാർട്ട് മേക്ക് തിങ്സ് ഇറ്റാലിക് ആൻഡ് ക്ലോസിംഗ് ഐ ടാഗ് സ്റ്റോപ്പ് മേക്ക് തിങ്സ് ഇറ്റാലിക്. എനിത്തിങ് ദാറ്റ് അപ്പിയർ വിത്തിൻ എ ഓപ്പണിംഗ് ഐ ടാഗ് ആൻഡ് ക്ലോസിംഗ് ഐ ടാഗ് എലമെൻറ്റ് ഈസ് ഡിസ്പ്ലേഡ് ഇൻ ഇറ്റാലിക്. ഓക്കെ, എലമെൻറ്റ്സിനെ ഇറ്റാലിക്കിലാക്കി കാണിക്കും. ഐയുടെയും ഓപ്പണിംഗ് ഐ ടാഗിൻ്റെയും ക്ലോസിംഗ് ഐ ടാഗിൻ്റെയും ഇടയ്ക്ക് എഴുതുന്ന എല്ലാ ടെക്സ്റ്റിനെയും ഇറ്റാലിക് ആക്കി കാണിക്കും. എക്സാമ്പിൾ നോക്കാം. ഐ ടാഗ് ഓപ്പൺ ചെയ്തു, ദിസ് ഈസ് ആൻ ഇറ്റാലിക്. ഐ ടാഗ് ക്ലോസ് ചെയ്തു. ഓക്കെ, ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ ഇവിടെ എന്താണ് എക്സാമ്പിൾ, ഐ ടാഗ് നമ്മൾ ഓപ്പൺ ചെയ്തു, ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ദിസ് ഈസ് ആൻ ഇറ്റാലിക് എന്ന് എഴുതി കൊടുത്തു. ദിസ് ഈസ് ആൻ ഇറ്റാലിക് എന്ന് എഴുതി കൊടുത്തു. അതിനുശേഷം ഐ ക്ലോസ് ചെയ്തു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഐ ഓപ്പണിങ്ങിൻ്റെയും ക്ലോസിൻ്റെയും ഇടയ്ക്കുള്ള ആ ടെക്സ്റ്റിനെ എന്താക്കി മാറ്റുന്നു, ഇറ്റാലിക് ആക്കി മാറ്റുന്നു. അതാണ് നമുക്കിവിടെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഓക്കെ, നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഔട്ട്പുട്ട് എന്താണ്, ദിസ് ഈസ് ആൻ ഇറ്റാലിക്. എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഔട്ട്പുട്ട്, ദിസ് ഈസ് ആൻ ഇറ്റാലിക്. അപ്പോൾ ബോൾഡ് ടെക്സ്റ്റ് പഠിച്ചു, ഇറ്റാലിക് ടെക്സ്റ്റ് പഠിച്ചു. ബോൾഡിനകത്ത് യൂസ് ചെയ്യുന്ന ടാഗ് ബി ടാഗ്, ഇറ്റാലിക് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗ് ഐ ടാഗ്. അടുത്ത നമുക്ക് നോക്കാം. അടുത്ത മൂന്നാമത്തേതാണ് അണ്ടർലൈൻ. ഓക്കെ, മൂന്നാമത്തെ ഇതാണ് ടെക്സ്റ്റിനെ നമുക്ക് അണ്ടർലൈൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന യു ടാഗ് ആണ്. സോ യു സ്റ്റാൻഡ്സ് ഫോർ അണ്ടർലൈൻ. ഓക്കെ, ഓപ്പണിംഗ് യു സ്റ്റാർട്ട് മേക്കിംഗ് തിങ്സ് അണ്ടർലൈൻ ആൻഡ് closing u tag stop making things underline. Okay, anything that appear with a opening u tag and closing u tag element is displayed in underline. Okay, അതായത് എലമെൻറ്റ്സ് എന്ത് ചെയ്യും, ഒരു ആ ടെക്സ്റ്റിന് എന്ത് ചെയ്യും, അണ്ടർലൈൻ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമ്മൾ എക്സാമ്പിൾ യു ഓപ്പൺ ചെയ്തു, അതിനുശേഷം നമ്മൾ എന്ത് കൊടുത്തു, ദിസ് ഈസ് ആൻ അണ്ടർലൈൻ കൊടുത്തു. അതിനുശേഷം ഞാൻ യു ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഔട്ട്പുട്ട് കിട്ടിയത്, ദിസ് ഈസ് അണ്ടർലൈൻ എന്ന് പറഞ്ഞ ടെക്സ്റ്റിൻ്റെ അടിക്ക് ഒരു അണ്ടർലൈൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് അണ്ടർലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ബോൾഡ് ടെക്സ്റ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്ത ടാഗ് ബി ടാഗ്. അതിനുശേഷം രണ്ടാമത്തെ നമ്മൾ പഠിച്ചത് ഇറ്റാലിക് ആണ്. ഇറ്റാലിക്കിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗ് ഐ ടാഗ് ആണ്. നമ്മൾ മൂന്നാമത്തെ പഠിച്ചത് എന്താണ്, അണ്ടർലൈൻ ആണ്. സോ അണ്ടർലൈൻ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് യു ടാഗ് ആണ്. ഓക്കെ, എക്സാമ്പിൾ മനസ്സിലായല്ലോ. നെക്സ്റ്റ്, യു ക്യാൻ ഓൾസോ നെസ്റ്റ് ദി ടാഗ് ടു ഗെറ്റ് എ കമ്പൈൻഡ് എഫക്ട്സ്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ബോൾഡും ഇറ്റാലിക്കും അണ്ടർലൈനും പഠിച്ചു. ഇത് മൂന്നും കൂടെ നമ്മൾ ഒരുമിപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യുക, മൂന്ന് എഫക്റ്റും കൂടെ ഒരുമിച്ച് കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ബി ഓപ്പൺ ചെയ്തു, ഐ ഓപ്പൺ ചെയ്തു, യു ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഹലോ എവരി വൺ കൊടുത്തു. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഏറ്റവും അവസാനം ഓപ്പൺ ചെയ്തത് യു ആണ്. ആ യു ക്ലോസ് ചെയ്യണം. അതിനുശേഷം ഐ ക്ലോസ് ചെയ്യണം. അതിനുശേഷം ബി ക്ലോസ് ചെയ്യണം. ഓക്കെ, അല്ലാതെ വന്നു കഴിഞ്ഞാൽ മിസ്മാച്ച് ഉണ്ടാവും. ഓക്കെ, നമുക്ക് ഔട്ട്പുട്ട് കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ ബി ഐ യു എന്നിട്ട് ഹലോ എവരി വൺ. ബി എന്താണെന്നറിയാം, ബോൾഡ് ആക്കാൻ. ഐ എന്താണെന്നറിയാം, ഇറ്റാലിക് ആക്കാൻ. യു എന്താണെന്നറിയാം, അണ്ടർലൈൻ ആക്കാൻ അറിയാം. അതിനുശേഷം ഹലോ എവരി വൺ കൊടുത്തു. ഇനി ക്ലോസ് ചെയ്യേണ്ട കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. അതായത് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, യു ക്ലോസ് ചെയ്യണം. അവസാനം ഓപ്പൺ ചെയ്തത് ആദ്യം ക്ലോസ് ചെയ്യണം. അതിനുശേഷം ഇറ്റാലിക് ക്ലോസ് ചെയ്യണം. അതിനുശേഷം ബോൾഡ് ക്ലോസ് ചെയ്യണം. ഓക്കെ, അത് കറക്റ്റായിട്ട് അങ്ങനെ തന്നെ ക്ലോസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഔട്ട്പുട്ട് എന്താ വന്നേക്കുന്നത്, ഹലോ എവരി വൺ ആണ്. ഹലോ എവരി വൺ ബോൾഡാണ്, ഇറ്റാലിക് ആണ്. ഓക്കെ, അണ്ടർലൈൻ അവിടുത്തെ ഞാൻ ടൈപ്പ് ചെയ്തതിൻ്റെ മിസ്റ്റേക്കാണ്. അവിടെ ഒരു അണ്ടർലൈനും കൂടെ വരും. ഓക്കെ, അവിടെ എന്ത് വരും, ഒരു അണ്ടർലൈനും കൂടെ വരും. ഓക്കെ, അത് എഡിറ്റ് ചെയ്തതിൻ്റെ മിസ്റ്റേക്കാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം, നോട്ട് എഴുതുന്ന സമയത്ത് ശ്രദ്ധിച്ചോണം. അവിടെ ഒരു അണ്ടർലൈനും കൂടെ വരണം. ഓക്കെ, അപ്പോൾ ബോൾഡ് ഇറ്റാലിക് അണ്ടർലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പൈൻഡ് എഫക്റ്റാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ അവിടെ ഹലോ എവരി വൺ എന്ന് പറയുന്നത് എന്താ, ബോൾഡായിട്ട് വന്നു, ഇറ്റാലിക് ആയിട്ട് വന്നു, അണ്ടർലൈൻ ആയിട്ട് വന്നു. അവിടെ ഒരു അണ്ടർലൈനും കൂടെ നിങ്ങൾ വരച്ചോണം. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് എഫക്റ്റും കൂടെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാൻ നമുക്ക് പറ്റും. ഓക്കെ, അടുത്ത നോക്കാം. നാലാമത്തതാണ് സ്ട്രൈക്ക് ടെക്സ്റ്റ്. നാലാമത്തെ എന്താണ്, സ്ട്രൈക്ക് ടെക്സ്റ്റ്. ഇനി എന്താണ് സ്ട്രൈക്ക് ടെക്സ്റ്റ്?
ഹൊറിസോണ്ടൽ ലൈൻ ഓവർ ടെക്സ്റ്റ് അല്ലേ. ടെക്സ്റ്റിന് ഹൊറിസോണ്ടലായിട്ട് ഓക്കെ നടുക്കൂടെ ഒരു ലൈൻ വരുന്നു അല്ലേ, അതാണ് സ്ട്രൈക്ക് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ ലൈൻ ഓവർ ടെക്സ്റ്റ് നമുക്ക് എക്സാമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. ദ HTML സ്ട്രൈക്ക് പ്ലേസസ് എ സ്ട്രൈക്ക് ത്രൂ. ഓക്കെ, അതായത് ഇവിടെ യൂസ് ചെയ്യുന്ന ടാഗ് ഏതാണ്? സ്ട്രൈക്ക് എന്ന് പറയുന്ന ടാഗാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കാം. HTML ഓപ്പൺ ചെയ്തു, ഹെഡ് ഓപ്പൺ ചെയ്തു, ടൈറ്റിലിനകത്ത് നമ്മൾ ചിക്കൻ പിസ്സ എന്ന് കൊടുത്തു, ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു, ദെൻ ബോഡി ക്ലോസ് ചെയ്തു, ബോഡി ഓപ്പൺ ചെയ്തു, അതിനകത്ത് സ്ട്രൈക്കിനകത്ത് എന്താ ഞാൻ കൊടുത്തേ? ടുഡേയ്സ് സ്പെഷ്യൽ ചിക്കൻ പിസ്സ. എന്നിട്ട് സ്ട്രൈക്ക് ഞാൻ ക്ലോസ് ചെയ്തു, സോൾഡ് ഔട്ട് കൊടുത്തു, ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ HTML ഓപ്പൺ ചെയ്തു, ഹെഡ് ഓപ്പൺ ചെയ്തു, ടൈറ്റിൽ കൊടുത്തു, ഹെഡ് ക്ലോസ് ചെയ്തു, ബോഡി ഓപ്പൺ ചെയ്തു, ബോഡിക്കകത്ത് ഞാൻ എന്ത് കൊടുത്തു? സ്ട്രൈക്കിനകത്ത് ഞാൻ എന്ത് കൊടുത്തു? ടുഡേയ്സ് സ്പെഷ്യൽ ചിക്കൻ പിസ്സ എന്ന് കൊടുത്തു, സ്ട്രൈക്ക് ഞാൻ ക്ലോസ് ചെയ്തു. അതിനുശേഷം ഞാൻ സോൾഡ് ഔട്ട് എന്ന് കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഞാൻ ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്തായിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്? അതായത് ടുഡേയ്സ് സ്പെഷ്യൽ ചിക്കൻ പിസ്സ എന്ന് പറയുന്ന ടെക്സ്റ്റിന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരും അല്ലേ. സോൾഡ് ഔട്ട് ഞാൻ സ്ട്രൈക്കിന് വെളിയിലാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് നമുക്ക് അതിന് സ്ട്രൈക്ക് ത്രൂ വരില്ല, ഹൊറിസോണ്ടൽ ലൈൻ വരില്ല. പക്ഷേ ടുഡേയ്സ് സ്പെഷ്യൽ ചിക്കൻ പിസ്സയ്ക്ക് എന്ത് വരും? ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരും. നമുക്ക് ഔട്ട്പുട്ട് നോക്കാം. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. എന്താണ്? ടുഡേയ്സ് സ്പെഷ്യൽ ചിക്കൻ പിസ്സ എന്ന് പറയുന്നതിന് ഹൊറിസോണ്ടൽ ലൈൻ വന്നത് കണ്ടോ? ഹൊറിസോണ്ടൽ ലൈൻ ഓവർ ടെക്സ്റ്റ്. ഓക്കെ, സോൾഡ് ഔട്ട് ഞാൻ സ്ട്രൈക്കിന് വെളിയിലാണ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? വർക്കിംഗ് വിത്ത് ടെക്സ്റ്റ് ആണ്. ഈ ടോപ്പിക്ക് ഇവിടെ കഴിയുന്നില്ല. ഓക്കെ, ടോപ്പിക്ക് ഇനിയുണ്ട്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ കുറേ ഫീച്ചേഴ്സും ടാഗുകളും പഠിച്ചു, അതെല്ലാം നമുക്ക് പഠിക്കണം. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ, സ്ട്രൈക്ക് ടെക്സ്റ്റ്, ഈ 4 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും പഠിച്ച് നോട്ടും എഴുതി നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.